ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ പോകുന്നത് സ്പോർട്സ് സ്റ്റൈനിങ്ങിൻ്റെ സ്മിയർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം സലൈൻ വാട്ടർ ഇവിടെ കാണാം. നിങ്ങൾക്ക് സലൈൻ വാട്ടറിൽ ഈ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ സ്റ്റെറിലൈസിങ് ലൂപ്പ്, ഒരു ബൺസൺ ബർണർ, മൈക്രോ സ്ലൈഡ്, പിന്നെ പെട്രി ഡിഷ്, കൾച്ചറുള്ള അടങ്ങിയിട്ടുള്ള പെട്രി ഡിഷ്, പിന്നെ മൈക്രോസ്കോപ്പ്, പിന്നെ 2 സ്റ്റെയിൻ വരുന്നുണ്ട്. പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് മാലക്കേറ്റ് ഗ്രീൻ വരുന്നുണ്ട്. അത് ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് നല്ല കടും റെഡായിട്ട് കാണാം അത് ഒഴിക്കുമ്പോൾ. പിന്നെ അത് വാഷ് ചെയ്യുന്ന സമയത്താണ് അത് ഒരു മാലക്കേറ്റ് ഗ്രീൻ പോലെ കാണപ്പെടുന്നത്. ഓക്കെ, പിന്നെ അത് ഇവിടെ രണ്ടാമത് വരുന്നതാണ് കൗണ്ടർ സ്റ്റെയിൻ ആണ്. സഫ്രാനിൻ റെഡ് കളർ തന്നെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം ഇത് സ്റ്റെറിലൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെറിലൈസിങ് ലൂപ്പ് ഫസ്റ്റായിട്ട് എടുക്കുമ്പം നിങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ബൺസൺ ബർണറിൽ കാണിച്ചിട്ട് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാം, റെഡ് ഹോട്ട് ആക്കുന്നവരെ. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം സലൈൻ വാട്ടറിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മൈക്രോ സ്ലൈഡിൻ്റെ സെൻറ്റർ പോർഷനിൽ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുക. അവിടെ ആക്കിയിട്ട് ചെറിയൊരു റൊട്ടേഷൻ കൊടുക്കുക അവിടെ. അതിനുശേഷം പിന്നെ അത് ഒരു സ്റ്റെറിലൈസിങ് ലൂപ്പ് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് പെട്രി ഡിഷിന്ന് ഒരു കോളനി സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ചിലപ്പം അവിടുത്തെ മെൻഡർ നമുക്ക് 1, 2, 3 ഓരോ കോളനി ടൈപ്പ് ഉണ്ടാകും. സോ നമ്മൾ ഏത് കോളനിയാണോ എടുക്കുന്നത്, ഏത് കൾച്ചറാണോ എടുക്കുന്നത്, അതിൻ്റെ നമ്പർ നമ്മൾ നോക്കിയെടുക്കണം. ഓക്കെ, ഞാനിപ്പം 1 എത്തുന്നത്, ഞാൻ 1 ഓർത്തിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ബൺസൺ ബർണറിൻ്റെ അടുത്തു നിന്നാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊരിക്കലും ഒരു ഡയറക്റ്റ് എയറിലൊന്നും ഇങ്ങനെ എക്സ്പോസർ ചെയ്യരുത്. എന്നിട്ട് ഈ 3rd സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അത് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ആ കൾച്ചർ നേരത്തെ സലൈൻ വാട്ടർ ആക്കിയ ഭാഗത്ത് അതിൻ്റെ മുകളിൽ ഇത് വീണ്ടും ഒന്ന് റബ്ബ് ചെയ്യുക. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുക. ചെറിയൊരു പോർഷൻ എടുത്താൽ മതി, ഓവറായിട്ട് വാരി അലമ്പാക്കരുത്. പിന്നെ അത് 6 സ്ലൈഡ് വീണ്ടും അത് അതിലെ സലൈൻ വാട്ടറിൻ്റെ ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. ഓക്കെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അത് എയർ ഡ്രൈ ആയതിന് ശേഷം അതിനെ വീണ്ടും ബൺസൺ ബർണറിന് അടിയിൽ വെച്ചിട്ട് അതൊന്ന് ഹീറ്റ് ഫിക്സ് ചെയ്യും. ഓക്കെ, ഹീറ്റ് ഫിക്സ് ആക്കാം 6. ഓക്കെ, അതിനുശേഷം 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ